യെഹെസ്കേൽ അദ്ധ്യായം 10. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിതാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിൻ്റെ സദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു. നീ കെരൂബിൻ്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനൽ എടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണെ അവൻ ചെന്നു. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിന്നു. മേഘവും അകത്തെ പ്രകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന ചക്രങ്ങളുടെ അരികെ നിന്നു. ഒരു കെരൂബ് കെരൂബുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറേയെടുത്ത് ശണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വാങ്ങി പുറപ്പെട്ടു പോയി. കെരൂബുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യൻ്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു. ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു. അവയുടെ കാഴ്ചയോ 4നും ഒരു ഭാഷ ആയിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തോന്നി. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിൻ്റെ പിന്നാലെ അവ പോകും. പോകുമ്പോൾ തിരികെയുമില്ല. അവയുടെ ദേഹത്തിൽ എങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും 4നും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണ് ഉണ്ടായിരുന്നു. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും 4 മുഖം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖവും, രണ്ടാമത്തേത് മാനുഷ്യമുഖവും, മൂന്നാമത്തേത് സിംഹമുഖവും, 4ാമത്തേത് കഴുകമുഖവും ആയിരുന്നു. കെരൂബുകൾ മേലോട്ട് പൊങ്ങി. ഇത് ഞാൻ കെബാർ നദീ തീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ. കെരൂബുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്നു തന്നെ പോകും. ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂബുകൾ ചിറക് വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ടുമാറുകയില്ല. ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും, അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി. ഞാൻ കാണെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്നു തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്നു നിന്നു. ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. ഇത് ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്നു ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മാനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു. അവയുടെ ഭാഷയും അവ ഒക്കെയും തന്നെ. അവ ഓരോന്നിനും നേരെ മുൻപോട്ട് തന്നെ പോകും.